പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മൈനർ ഓപ്ഷനുകളും അതുപോലെ തന്നെ MDC ഓപ്ഷനുകളും കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ sngscollege.org എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിലാണ് അതിനുള്ള ഫോം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിലെ പേജാണ്. നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇത് ചെയ്യാവുന്നതാണ്. മൊബൈലിലാണെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വേണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് പേജിൽ എത്താൻ പറ്റും. sngscollege.org എന്നുള്ള പേജിൽ അവിടെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള മേജർ കോഴ്സുകളും മൈനർ കോഴ്സുകളെക്കുറിച്ചും MDC അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളെക്കുറിച്ചെല്ലാം ഒരു വിവരണം ആ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പേജ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് അവിടെ ഉണ്ടാവും. അതുകൂടാതെ 2 പ്രധാനപ്പെട്ട ലിങ്കുകൾ ഉണ്ടാവും. ഒന്ന് മൈനർ ഡിസിപ്ലിൻസ് അവൈലബിൾ എന്നും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഓഫേർഡ് എന്നുള്ള ഒരു ലിങ്കും കാണാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഡീറ്റെയിൽസ് ഞങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ വഴി തന്നിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ പേജ് ഇതാണ് ഇപ്പോൾ കാണുന്നത്. ആ കാണുന്ന പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു PDF ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. ആ PDF നിങ്ങൾക്ക് സൂം ചെയ്യാം. നിങ്ങൾ മൊബൈലിലൊക്കെയാണ് സൂം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് പേജ് അടിച്ച് അവൈലബിൾ ആയിട്ടുള്ള മൈനറുകളെ കുറിച്ച് കാണാൻ പറ്റും. 2 ബാസ്ക്കറ്റുകളിലായിട്ടാണ് മൈനേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൈനർ 1 ആൻഡ് മൈനർ 2 എന്ന രീതിയിലാണ് ആ ബാസ്ക്കറ്റുകളുള്ളത്. നമ്മുടെ ടൈം ടേബിളിന് സൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും BBA അതുപോലെ BA ഇംഗ്ലീഷ് ഹിസ്റ്ററി ഒഴികെയുള്ള കുട്ടികളെല്ലാം 5 ഓപ്ഷൻ മൈനർ 1ലും 5 ഓപ്ഷൻ മൈനർ 2ലും 5 ഓപ്ഷൻ MDCയിലും തരേണ്ടതുണ്ട്. അപ്പോൾ ആ ടൈം ടേബിളിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാസ്ക്കറ്റ് 1ഉം ബാസ്ക്കറ്റ് 2ഉം കൊടുത്തിട്ടുള്ളത്. ബാസ്ക്കറ്റ് 1ലുള്ള 5 എണ്ണവും ബാസ്ക്കറ്റ് 2ലുള്ള 5 ഓപ്ഷനും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയധികം ഓപ്ഷൻസ് തരുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ PDF ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അവിടെ തന്നെ നിങ്ങൾക്ക് ആ PDF വ്യൂവർ വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ PDF ഡൗൺലോഡായിട്ടും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് കാണാൻ പറ്റും. പേജുകൾ മാറ്റി നോക്കാൻ പറ്റും. അവിടെ സൂം മാറ്റാനും സൂം കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഓറിയൻറ്റേഷൻ കൊടുത്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വിവരണങ്ങൾ ആ ചെറുതായിട്ടുള്ള ആ ഒരു വിവരണം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ കോഴ്സിനെയും കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് നോക്കുക. അങ്ങനെയെല്ലാം നോക്കി മൈനറും അതുപോലെ MDCയും ഒരു ധാരണയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കാൻ. അപ്പോൾ മൈനർ ഡിസിപ്ലിനാണ് കാണിച്ചത്. അതുപോലെ തന്നെ MDCയിലും ഇതുപോലൊരു പേജ് ഉണ്ട്. അവിടെ നോക്കിയാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന MDCകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. PDF അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ധാരണയാക്കണം. 5 മൈനർ 1, 5 മൈനർ 2ഉം അതുപോലെ 5 MDC ഓപ്ഷൻസാണ് കൂടി. ഇത്രയും ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല, പക്ഷേ കഴിയുന്നതും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടും. എന്നാൽ പോലും ഞങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങളുടേതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണത് ചെയ്യുന്നത്. അപ്പോൾ മറ്റതിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനുകളിലോട്ട് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഓപ്ഷനുകൾ എന്തായാലും നിർബന്ധമായിട്ടും 5 വ്യത്യസ്തമായ ഓപ്ഷനുകൾ തന്നെ കൊടുക്കണം. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം റെഡി ആയതിനു ശേഷം ഈ പേജിലോ അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ പേജിലോ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. നിങ്ങളുടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഫോമിൻ്റെ ലിങ്കാണ്. ടു സബ്മിറ്റ് യുവർ മൈനർ ആൻഡ് MDC ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള MDCയും മൈനർ 1 and 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകും. അതാണ് ഈ പേജാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ മൊബൈലിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഫോമിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. 3 പേജുകളിലായിട്ടാണ് ഈ ഫോം ഉള്ളത്. BBA എക്കണോമിക്സ്, BBA ആൻഡ് BA ഇംഗ്ലീഷ് ഹിസ്റ്ററി ഡബിൾ മെയിൻ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മൈനർ ഓപ്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പേജുകൾ സ്കിപ്പ് ചെയ്യാം. നേരിട്ട് MDCയിലോട്ട് പോകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ പേജിൽ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, ആ ബേസിക് ഡീറ്റെയിൽസ് അങ്ങ് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ മൈനർ ക്ലാസ്സാണ് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അതിങ്ങനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ 10 അക്ക നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്.
പിന്നെ നിങ്ങൾ അഡ്മിഷൻ നമ്പർ, നിങ്ങൾ ഒരു 5 അക്ക നമ്പർ അഡ്മിഷൻ നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി, ക്യാപ്പ് എന്നൊക്കെ തുടങ്ങുന്ന രീതിയിലുള്ളൊരു ക്യാപ്പ് ഐ ഡി ഉണ്ടാവും. ആ ക്യാപ്പ് ഐ ഡി നിങ്ങളവിടെ കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്പ് FYGP എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഐ ഡി ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഫില്ല് ചെയ്യുക. ക്യാപ്പ് ഐ ഡി നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ ക്യാപ്പ് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സിനനുസരിച്ച് അവിടെ നിങ്ങൾ ഈ പറഞ്ഞ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അന്ന് ലഭ്യമായിട്ടുണ്ടാവും. ആ ഇൻഡെക്സ് മാർക്ക് 1000-ലോ അല്ലെങ്കിൽ 1200-ലൊക്കെ വരുന്ന ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവും. ആ ഇൻഡെക്സ് മാർക്ക് നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഏത് കോഴ്സിലാണോ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് ആ കോഴ്സിലോട്ട് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ +2ൻ്റെ മാർക്ക് എഴുതുക. 1200 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ CBSE HSC ആണെങ്കിൽ അത് അവിടെ പ്രത്യേകം നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഞാൻ കൊടുക്കാം. ഓക്കെ, അതും കൂടി ചെയ്യാം. പിന്നെ നിങ്ങൾ പെർസെൻറ്റേജ് നിങ്ങളവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, പെർസെൻറ്റേജ് അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുക. നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾക്കൊരു കാറ്റഗറിയിലായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങളൊരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ക്യാപ്പ് ഐ ഡി ഒക്കെ ചെയ്ത സമയത്ത് ആ കാറ്റഗറി തന്നെ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ETB, മുസ്ലിം, OBH, OBX, LC, EWS, SC, ST, PH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതിലേതാണോ നിങ്ങളുടെ കാറ്റഗറി, അപേക്ഷ കൊടുത്ത സമയത്ത് ഏതാണോ അത് തന്നെ കൊടുത്താൽ മതി. അതവിടെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു അഡീഷണൽ ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടാകും. AEC2 എന്ന് പറയുന്നില്ല. AEC1 ഇംഗ്ലീഷാണ്, അതുകൊണ്ട് അവിടെ ചോയ്സിൻ്റെ ആവശ്യമില്ല. AEC2ൻ്റെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ ഒന്നും കൂടി സെലക്ട് ചെയ്താൽ മതി. അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി ബേസിക് ഇൻഫർമേഷണൽ പേജ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ വേണ്ടി താഴെ 1/4 എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് മൈനർ സെലക്ഷൻ 1 എന്നാണ് ഉണ്ടാവുക. മൈനർ 1ഉം മൈനർ 2ഉം BBAയും അതുപോലെ BA ഇംഗ്ലീഷ് ഡബിൾ മെയിൻ കുട്ടികൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്ക് ഈ പേജിൽ നിന്ന് നേരെ നെക്സ്റ്റ് മൈനർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകാം. അല്ലാത്ത കുട്ടികളെല്ലാം ഇതുപോലെ 5 വ്യത്യസ്തമായ ഓപ്ഷൻ തന്നെ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത പേജിലോട്ട് മൈനർ 2 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷനുകൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വളരെയേറെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ 5 ഓപ്ഷനുകൾ മൈനർ 1ൽ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോകാൻ വേണ്ടി നെക്സ്റ്റ് മൈനർ 2ലോട്ട് പോകാൻ വേണ്ടി നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അതുപോലെ തന്നെ സെയിം ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മൈനറുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുക. 5 ഓപ്ഷൻ, വ്യത്യസ്തമായ 5 ഓപ്ഷനുകൾ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൈനർ 1ഉം 2ഉം ചൂസ് ചെയ്തതിന് ശേഷം എല്ലാ കുട്ടികളും MDC സെലക്ഷൻ പോകണം. MDC സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ സെയിം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ MDC സെലക്ഷൻസുകൾ കൊടുക്കുക. 5 MDC ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 MDC താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാ മാൻഡേറ്ററി ഫീൽഡുകളാണ്. എല്ലാ ഫീൽഡുകളും ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ്റെ ഒരു പ്രിവ്യൂ പേജും കൂടി വന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ സബ്മിഷൻ സബ്മിറ്റ് ആവുക. ആ പ്രിവ്യൂ പേജ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമതൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്രിവ്യൂ പേജ് വരുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പ്രിവ്യൂ പേജാണ് വരിക. അതിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ അപേക്ഷ മാത്രം അല്ലെങ്കിൽ ഒറ്റ ഓപ്ഷൻ ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ട്യൂട്ടർമാരോട് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് വളരെ വ്യക്തമായൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം ഈ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക്